ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കോളിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ നടക്കുന്ന കാഴ്ച 2023-2024 എന്ന പരിപാടി സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചയുടെ ലോകത്തേക്ക് പോവാണ്. ഞാനിപ്പോൾ അതിൻ്റെ പുറത്താണുള്ളത്. അതായത് കാഴ്ച 2023-2024 ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്താണ് ഒരുപാട് കാഴ്ചകളൊക്കെ, ഫോട്ടോഗ്രാഫിക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഫാമിലി പരിചയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ പരിപാടി ഇരുന്നിട്ട് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. മോൻ്റെ പേരെന്താ? അശ്ലിൻ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ൽ. ഏതാ സ്കൂള്? പ്രിയദർശിനി വേങ്ങര. താമസിക്കുന്ന എവിടെയാ? കൂവപ്പുറം കുഞ്ഞുമംഗലം. അല്ലെ കുഞ്ഞുമംഗലം കൂവപ്പുറമാണോ കൂവപ്പുറം കുഞ്ഞുമംഗലാണോ? ഏതാണ് വലിയ സ്ഥലം? കുഞ്ഞുമംഗലം അല്ലേ? കുഞ്ഞുമംഗലത്തുള്ള ഒരു സ്ഥലമാണ് കൂവപ്പുറം എന്ന സ്ഥലത്താണ് അല്ലേ? എന്താ അനിയൻ്റെ പേരെന്താ? മോൻ്റെ പേര്? അനൈ. നിങ്ങളുടെ പേര്? സുരേന്ദ്രൻ. എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പിന്നെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട്? ഞാനിപ്പം പിന്നെ ടോട്ടൽ 14 വർഷം കഴിഞ്ഞു. ശ്യാമ എന്ത് ചെയ്യുന്നു? സ്വന്തം സ്ഥലം എവിടെയാ? വെങ്ങര. അപ്പം വന്നിട്ടല്ലേ ഉള്ളൂ? കുറച്ച് സമയമായി വന്നിട്ട്. കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു? മൊബൈലിൽ എത്ര ഫോട്ടോ എടുത്ത്? അതെ, സെൽഫി ഒക്കെ എടുത്താ? സെൽഫി ഒക്കെ എടുത്ത് കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം കാഴ്ച 2023-2024 അപ്പം നമ്മളിപ്പോൾ നമ്മൾ കണ്ണൂർ കൃഷി ചാനൽ വരികയാണ്. ഓക്കെ, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊസ്രാക്കോളി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഞാൻ ചെറിയ ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് നമ്മളെല്ലാം ഇന്നിപ്പം പറയും നമ്മുടെ പിന്നെ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മൊത്തം എത്ര ഫോൺ ഉണ്ട്? മൊബൈൽ എത്ര ഉപയോഗിക്കുന്നത്? ഇപ്പോൾ 2 ഫോണാണ് യൂസ് ചെയ്യുന്നത്. സാംസങ് രണ്ടുപേർക്കും കൂടി 2. മോനെ മൊബൈൽ ഉണ്ട്? പ്രത്യേകിച്ചുണ്ടോ? ഇല്ല. മോൻ എപ്പോഴാണ് ഫോൺ മൊബൈൽ എപ്പോഴാണ് നോക്കുന്നത്? അച്ഛനമ്മയ്ക്ക് കിട്ടി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ? തീർച്ചയായും സമയങ്ങളുണ്ട്. പഠിക്കുന്ന കുട്ടികൾ പരമാവധി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ചെറിയ ചോദ്യമാണ്. ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് ഇംഗ്ലീഷാണ്. എന്താണ് ഈ മൊബൈൽ ഫോണിൻ്റെ മലയാളം? കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഉപകരണം. കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഉപകരണം. ഇവിടെ അങ്ങനെയാണോ? ആണ്. വേണം. അപ്പൊ എന്തായാലും സന്തോഷം. വീണ്ടും കാണാം. താങ്ക് യു. അടിപൊളി. ഓക്കെ, ശരി. അപ്പോൾ അടുത്തായിട്ടൊരു ഫാമിലി 2 നമ്മുടെ ഹൃദയത്തിന്റെ അടയാളമുള്ള സ്ഥലത്ത് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. അങ്ങനെ പേരെങ്ങനെ? സന്തോഷ്. എവിടെ സ്ഥലം? ലാത്തറ ടൗണിൽ തന്നെയാണോ? കുറച്ച് ഇങ്ങോട്ട് മണ്ടൂര്. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. എവിടെയാ? കോളേജ് പഴയങ്ങാടി. പേര്? സവിത. സ്വന്തം സ്ഥലം? കുളപ്പ. ജോലി ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. എവിടെയാ? ക്രൈസ്റ്റിൽ. 2 ഒരു അധ്യാപകയും ഒരു അധ്യാപകനോടാണ് ഇന്നത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടുപിടുത്തുന്ന ആൾക്കാർ ഇവർ 2 പേരും. മോളുടെ പേരെന്താ? സാക്ഷി. എത്ര ക്ലാസ് പഠിക്കുന്നത്? സഹ്യ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 1ൽ. ഏതാ സ്കൂള്? KPC. അപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യം മോള് പറഞ്ഞാണോ? എങ്ങനെ? ആരാ ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട കാര്യം? കണ്ണൂരൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാൻ വേണ്ടി പറഞ്ഞ ആരാ? അമ്മയാണോ? ആണോ? അമ്മയാണോ അച്ഛനാണെന്ന്? ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ലീവ് അല്ലല്ലേ? ലീവ്. 2 പേർക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കറങ്ങാനൊക്കെ വന്നത് അല്ലേ? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. ഇപ്പോൾ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ കാൾടെക്സ് ആണ് അതിൻ്റെ ഷോറൂം. അടിപൊളി ഷോറൂമൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മാഷ് പഠിപ്പിക്കുന്ന വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുമ്പോൾ തന്നെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പ്രയോഗിക്കാറുണ്ട്. നമ്മൾ ഒട്ടുമിക്ക വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇംഗ്ലീഷാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, മൊബൈലിൻ്റെ മലയാളം എന്താണ്? മൊബൈൽ എന്നുള്ള ഇംഗ്ലീഷാണ്. എന്താണ് മൊബൈലിൻ്റെ മലയാളം? അറിഞ്ഞൂടാ. അപ്പോൾ സന്തോഷ് സാർ കാണാം. ഓക്കെ, താങ്ക് യു. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്രാക്കോളി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അടുത്ത ടീമിനെ പരിചയപ്പെടുകയാണ്. ഒരു ഫാമിലിയാണ്. നമ്മുടെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. നമസ്കാരം സാർ. എൻ്റെ പേര്? അബ്ദുൽ ഖാദർ. അപ്പം അബ്ദുള്ള ജി എന്ന് വിളിക്കല്ലേ? ഖാദർക്ക് എന്താ വിളിക്കുക? ഖാദർക്കാന്ന് വിളിക്കുക. അതാണ്. ഓക്കെ. സ്വന്തം സ്ഥലം എവിടെയാ? മുണ്ടേരിൽ. എവിടെയാ? കോട്ടാൻശ്ശേരിയാണ്. ഓക്കെ. എന്താണ് ജോലി? വിദേശം ഉണ്ടായിരുന്നു? എത്ര വർഷം ഉണ്ടായിരുന്നു? 30 വർഷത്തോളം ഉണ്ടായിരുന്നു. അതായത് ജീവിതത്തിന്റെ പകുതി സമയം വിദേശത്ത് തന്നെയാണ്. വിദേശത്ത് എവിടെയായിരുന്നു? അബുദാബി, ദുബായ്. അബുദാബി, ദുബായിലായിട്ടൊക്കെ ഇറങ്ങിയത് അല്ലേ?
ഓക്കെ മോന്റെ പേരെന്താ? ലഹിത. നിഹിത. ഓക്കെ മോന്റെ പേര്? ഷാമിൽ. ഷാമിൽ എത്ര ക്ലാസ് പഠിക്കുന്നു? ഏതാ സ്കൂള്? 7ാം ക്ലാസ് വാരി യു പി സ്കൂൾ. ഓക്കെ പേര്? ഫഹീം. ആ വാരി യു പി സ്കൂള് 7ാം ക്ലാസ്. ഇതെന്താണ് സാധാരണ നമ്മൾ തലക്കിടുന്ന പെൺകുട്ടികൾ മുടിക്കിടുന്ന സംഭവമാണല്ലോ? അതല്ല, ഇതെന്താ? ഇത് ഇടും. ഇതല്ലേ എലാസ്റ്റിക് അല്ലേ? ഇത് എലാസ്റ്റിക് തന്നെയാണ്, മുടി ഇങ്ങോട്ട് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിട്ട്. Yes. സാധാരണ ഇങ്ങനെ ഒരു ഹെയർ പെൻ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഞാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ ഇതാണോ സ്റ്റൈല്? ഒരു ബാലേന്ദ്ര സ്റ്റൈല്. സൈനബ. ഓക്കെ സൗരുടെ പേര്? സെന. എന്ത് ചെയ്യുന്നു സെന? ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? കണ്ണൂര്. കണ്ണൂര്. ഓക്കെ പേര്? ഫിദ. ഫിദ. എന്ത് ചെയ്യുന്നേ? ഒപ്പരം തന്നെ പഠിക്കുന്നു. രണ്ടും ഒരുമിച്ച് പഠിക്കണം. ഒരുമിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? ഒരുമിച്ചാണ് പഠിച്ചിട്ട് വരുന്നത്? അതെ. ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്? എല്ലാം ഒരുമിച്ചാണ്. അതായത് പുള്ളിക്കാരൻ ഈ ഹെയർ ബാൻഡ് ഒക്കെ ഇട്ടപ്പോൾ എന്ത് തോന്നി നിങ്ങൾക്ക്? റൗഡി മോഡ്. എന്നാ നിനക്ക് അറിയില്ല, അറിഞ്ഞാ നീ പറയ്ക്കും. റൗഡി മോഡ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇത് കിട്ടുമ്പോ? ആ ഉണ്ട്. പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം? പഠിച്ചിട്ട് ആരാകണം ഭാവിയില്? പഠിച്ചിട്ട് ആരാണോ? ആരാണ്ട് അങ്ങനെ പഠിക്കാം. ഡോക്ടർ. മോനെ ആരാണെന്നാ? ഡ്രൈവർ. ഡ്രൈവർ. ഓക്കെ. ആരും പാട്ട് പാടിക്കൊടുത്തത് ആരെങ്കിലും? ആരും പാടുവാ? നിങ്ങൾ പാടും? ഞാൻ പാടും. ഞാൻ ഇല്ല. രണ്ടുപേര് ഇല്ല. മലയാളം? ഇല്ല. ആ മാപ്പിളപ്പാട്ട്? ഇല്ല. ഇല്ല പാടില്ല. ആരും പാടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഞാന് ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് വീട്ടില് ലൈറ്റ് കത്താൻ വേണ്ടി നമ്മൾ ഇടുന്ന സാധനത്തിന്റെ പേരെന്താ? സ്വിച്ച്. സ്വിച്ച് അല്ലേ? ഈ ലൈറ്റ് ഈ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം വെക്കുന്ന സംഭവം എന്താണ്? ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് അല്ലേ? ഫ്രിഡ്ജാണ്. പിന്നെ നമ്മൾ അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര്? മിക്സി അല്ലേ? ഈ പറഞ്ഞ സംഭവം ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് അല്ലേ? ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ആണ്. ആ ഫ്രിഡ്ജ് ഇംഗ്ലീഷ് ആണ് അല്ലേ? ഫ്രിഡ്ജ് ഇംഗ്ലീഷ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്വിച്ച് ഇംഗ്ലീഷ് ആണ്. പിന്നെ എല്ലാം പിന്നെ മിക്സി എല്ലാം ഇംഗ്ലീഷ് ആണ്. അപ്പൊ എന്റെ ചെറിയൊരു കാര്യമാണ്, നിങ്ങളുടെയൊക്കെ ഉള്ള കയ്യിൽ മൊബൈൽ ഇല്ലേ? മൊബൈൽ ഇല്ല സ്വന്തമായിട്ട്? പിന്നെ ആരുടെ മൊബൈലാണ് നോക്കുന്നത്? ആ അത് ശരി. ഓക്കെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ട് അല്ലേ? അതായത് കാരണം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്ന സംഭവമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്താണ് മൊബൈൽ ഫോണിന്റെ മലയാളം? ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം, വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനം, 2 സമ്മാനം. ഉത്തരം പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ മലയാളം എന്താണ്? മലയാളം ഉണ്ട്. മൊബൈൽ ഫോണിന് 2 മലയാള പേരുണ്ട്. അല്ലെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ? ഫോണ്. ആ മലയാളം വരട്ടെ. ഫോൺ ഇംഗ്ലീഷാണ്. മൊബൈല്. ആ മൊബൈൽ ഫോൺ ആയി അല്ലേ? ഓക്കെ. ഇവിടെ നമുക്കറിയാം, അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും കിട്ടിയില്ല. നമ്മുടെ മുണ്ടേരിക്കുള്ള ഫാമിലിയാണ്. അപ്പം അടിപൊളി സ്റ്റൈൽ. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ. കാഴ്ചയിലേക്ക് സ്വാഗതം. നടക്കട്ടെ. ഓക്കെ. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കുളിയുടെ നമ്മുടെ അടുത്ത ഫാമിലി റെഡിയാണ്. അതേ ഏരിയയിൽ. നമസ്കാരം. പേര്? റിജിൻ. എവിടെ സ്ഥലം? അഞ്ചരക്കണ്ടി കാവുമൽ. എന്ത് ചെയ്യുന്നു? വിദേശത്ത് എവിടെയാണ്? ഷാർജയിൽ. ഷാർജ ഷെയ്ഖിന്റെ പേരെന്താ? അപ്പൊ നമ്മുടെ ഷാർജയിലും ഷെയ്ഖ് ഉണ്ട്, ഇവിടെയും ഷെയ്ഖ് ഉണ്ട്. ഇവിടെയുള്ളത് കുടിക്കാം, അവിടെ ഉള്ളതിനെ കാണാം അല്ലേ? എത്ര വർഷമായിട്ട് വിദേശത്ത്? ഞാൻ 10 വർഷം. ഓക്കെ. ഹലോ, എന്താ പേര്? ധനഞ്ജയ്. ധനഞ്ജയ് എത്ര ക്ലാസ്സിലാ? 2ല്. ഇതെന്താ മുടിക്കുന്ന പറ്റിയത്? ഇങ്ങനെ ഒരു വരയെ കാണുന്നു. അത് ഏത് സ്റ്റൈലാ? വൺ സൈഡ്. ഈ സൈഡ് ഇല്ല അല്ലേ? കേട്ടോ, ഇവിടെ വൺ സൈഡ്. അതാണ് വൺ സൈഡ്. മോളെ പേരെന്താ? നവനിക. എത്ര ക്ലാസ് പഠിക്കുന്നേ? UK. ഏത് സ്കൂള്? പരല്. അതാരാ? പരേലി. ആ ഓക്കെ. നിങ്ങളുടെ പേര്? സ്വന്തം സ്ഥലം? ജോലി ചെയ്യുന്നുണ്ടോ? പുള്ളിക്കാരനോട് പുറത്തേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ആ എങ്ങനെയുണ്ട് കാര്യങ്ങള്? അടിപൊളി. നാടാണോ ഇഷ്ടം വിദേശം? അവിടെയാണോ? ഷാർജയാണോ ഇഷ്ടം? നാടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ വരികയാണ്. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കുളി എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ ചോദ്യമാണ്. ഉത്തമൻ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ഷോറൂം നമ്മുടെ കാൾടെക്സ് ആണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. എല്ലാ കമ്പനികളുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടേഴ്സും ഉണ്ട്, ചെറിയ പൈസകളൊക്കെ ഉണ്ട്. അപ്പം അവർ നൽകുന്ന ഇമേജ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്, അതുപോലെ തന്നെ വിസ്മയ പാർക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. 2 സമ്മാനത്തിൽ ചെറിയ ചോദ്യമാണ്. അതായത് നമ്മളിപ്പം കുട്ടികളൊക്കെ ഒട്ടുമിക്ക കുട്ടികളെ നമ്മൾ ആദ്യം ചേർപ്പിക്കുന്നത് എവിടെയാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. കാരണം ഇംഗ്ലീഷ് പഠിക്കണം. കാരണം ഇപ്പം നമുക്കെല്ലാം ഇംഗ്ലീഷാണ്. കാരണം ഭക്ഷണം കഴിച്ചാൽ ബില്ല് വരെ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആയിട്ട് വരുന്നത്. ചെറിയ ചോദ്യമാണ്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്
ഇംഗ്ലീഷാണ്. എന്താണ് ഈ മൊബൈൽ ഫോണിൻ്റെ മലയാളം? ടെലിഗ്രാഫ് മോനറിയോ മൊബൈൽ ഫോണിൻ്റെ മലയാളം? അറിഞ്ഞൂടാ? രക്ഷയില്ല? ഗ്രാം ഫോണാ? അല്ലല്ല, ഗ്രാം ഫോണല്ല. എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ കാണാം. താങ്ക് യു. കാഴ്ചയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കാഴ്ച 2023-2024 കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെൽഫി എടുത്തോ? ആദ്യം സെൽഫി എടുക്കുന്നുണ്ട്. സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കുളിയുടെ അടുത്ത ടീം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. റെഡി? ഹലോ, എന്താ പേര്? പൂജ. എവിടെ സ്ഥലം? മന്ന. വളവട്ടണം മന്ന. അതിന്റെ അപ്പുറം മൂപ്പൻപാറ എവിടെയാ? ഈ മൂപ്പനാണോ വലുത് അല്ലെങ്കിൽ മൂപ്പൻപാറയുടെ തൊട്ടപ്പുറമാണ് അല്ലേ? ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. എവിടെ? കസ്തൂർബ പബ്ലിക് സ്കൂൾ. എന്തിനു പഠിക്കുന്നു അവിടെ? 9th. ഓക്കെ. പേര്? ദിൽന. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. പേര്? ദീപ്ന. എന്ത് ചെയ്യുന്നു? ഞാൻ റേഡിയോളജി പഠിക്കും. എവിടെ? മംഗലാപുരത്ത്. എങ്ങനെ പഠനമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഈ മംഗലാപുരത്ത് ഏത് ഭാഷ സംസാരിക്കുന്നു കൂടുതലായിട്ട്? ലാംഗ്വേജ് ഏതാ? നമ്മൾ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ്. മലയാളിയെ കണ്ട മലയാളം സംസാരിക്കും. കന്നഡ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടാല്? കന്നഡ അറിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഏതാണ് ഈസി? ഇംഗ്ലീഷ് ആണോ സിമ്പിൾ? ഓക്കെ. പേര്? ആദിത്യ. എന്ത് ചെയ്യുന്നു? ഞാൻ മാംഗ്ലൂർ. ഓക്കെ. സെക്കൻഡ് ഇയർ. എങ്ങനെയുണ്ട് പഠനം? അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കുഴപ്പമില്ല, ഇവിടത്തെ പോലെ ആവില്ല. ഷോപ്പിംഗ്. പക്ഷെ അവിടെ നിങ്ങളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് നമ്മൾ അതുമായിട്ടൊന്ന് മിഡിലായിട്ട് വരും അല്ലേ? അപ്പം ആരാ പാട്ട് പാടോ? എന്തെങ്കിലും പാട്ടുണ്ടോ? യെസ്. എല്ലാം പാടും. അല്ല, ഞാൻ ഈ സംഗീതം എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഇല്ല, പഠിച്ചിട്ടില്ല. എന്നാലും പാട്ട് പാടാറുണ്ട്. ഇല്ല. രണ്ട്. പഴയ പാട്ടാണ്. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാറ്റുപൂവിൻ കടലിനോടും നീ, നിഴലായി അലസമലസം. അടിപൊളി. സൂപ്പർ. അതായത് നല്ലൊരു മലയാളത്തെ മനോഹരമായ പാട്ട്. അടുത്ത പാട്ടുതാ ടീച്ചർ. തൊണ്ട ക്ലിയർ ആയി പഠിക്കും. സത്യം. കുഴപ്പമില്ല. ഇപ്പൊ ചെറിയ ചോദ്യം. അത് നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് സിമ്പിൾ ആണ് അല്ലേ? ജാവ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സിമ്പിൾ ആണ്. അതായത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റാൽ പറയുന്ന ഗുഡ് മോർണിംഗ്, രാത്രി കിടക്കുന്ന ഗുഡ് നൈറ്റും, അതിനിടയിൽ പറയുന്ന കാര്യം നമ്മൾ ടി വി ആയി കഴിഞ്ഞൊക്കെ നമ്മൾ ഇംഗ്ലീഷാണ്. ഇപ്പോൾ ചെറിയൊരു കാര്യം, 4 ആളും മൊബൈൽ യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്താണ് മൊബൈൽ ഫോണിൻ്റെ മലയാളം? ഉത്തരം പറഞ്ഞാൽ ഇമേജ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്, അതുപോലെ തന്നെ വിസ്മയ പാർക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. മൊബൈൽ ഫോണിൻ്റെ മലയാളം അറിയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരത്തല്ലായിട്ടല്ലേ കേൾക്കുക. അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ദൂരമുള്ള ആൾക്കാരല്ലേ വിളിക്കുക? ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഇനി തിരിച്ച് നടക്കുമ്പോൾ ഒന്ന് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ അടിക്കുക. 2 സംഭവമുണ്ട് മൊബൈലിൻ്റെ, അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കിട്ടുമെന്ന് നോക്ക്. ഓക്കെ, അപ്പോൾ ഹാപ്പി ജേണി നടക്കട്ടെ കാഴ്ചയിലേക്ക്. ഓക്കെ. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊസ്രാക്കുള്ളിയുടെ അധ്യായം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് മൈതാനം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച 2023-24 അതായത് ഡിസംബർ 22 മുതൽ ജനുവരി 28 വരെയാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ച നടക്കുന്നത്. അപ്പോൾ കാണുക, കാഴ്ചയിൽ കണ്ട് തീരാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ആസ്വദിക്കുക. അപ്പം അടുത്തൊരു ഫാമിലി ഇതാ വന്ന് കയറിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട്. ഓക്കെ, നമസ്കാരം. എന്താ മേഡത്തിന്റെ പേര്? ശ്രീവിദ്യ. സ്ഥലം? വിളയാങ്കോട്. ബാബയുടെ പേരെന്താ? ശിവാനിക്കുട്ടി. ഹായ്. മോന്റെ പേര്? ശിവനന്ദ്. ഓക്കെ. സാറിന്റെ പേര്? ശശിധരൻ. ശശിയേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ പുറത്താണ്. വിദേശത്ത് എവിടെയാ? ദുബായിലാണ്. ചേട്ടന്റെ പേര്? സജീഷ് ബാബു. സജീഷ് ബാബു. എവിടെ സ്ഥലം? ഞാൻ തലപ്പുറം മസ്കറ്റിലാണ്. തലപ്പുറം എവിടെ താമസിക്കുന്നത്? പൂക്കത്തൂരാണ്. ഓക്കെ, ശരി. മോളുടെ പേര്? സൗവർണിക. ഒരു നദിയുടെ പേരാണ്. നമ്മളെ മൂകാംബികളുടെ അടിപൊളി പേരാ സൗവർണിക അല്ലേ? വീട്ടിൽ നിന്ന് എന്താ വിളിക്കും ഷോർട്ടായിട്ട്? സൗന്ന് വിളിക്കുവോ? സപ്പുന്നോ? ആരെ വിളിക്കുക എല്ലാവരും? സൗവർണിക എന്നാണ് പേര്, പക്ഷെ സപ്പു എന്ന് വിളിക്കും. ഓക്കെ. പഠിക്കുന്ന എവിടെയാ? എത്ര സ്റ്റാൻഡേർഡില്? 8th. മോളുടെ പേര്?
ദീപിക. ആ മോളെ എന്താ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? ദീപു എന്നാണ്. എത്ര ക്ലാസ് നമ്മൾ പഠിക്കുന്നത്? ഏതാ സ്കൂള്? തുഞ്ചത്താചാര്യാണ്. ഓക്കെ. പേര്? ബിന്ദു. ആ ബിന്ദു. ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ സെന്റർ ആണ്. ഏത് ട്യൂഷൻ സെന്റർ? വാരം അക്ഷയ. ഓക്കെ. പിന്നെ എത്ര കുട്ടികളുടെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരു 100. കുഴപ്പമില്ല. ഇല്ല. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ വിഷൻ ചാനലിൽ വരികയാണ്. അപ്പോൾ നമ്മളൊരു കൊസാക്കുള്ള പ്രോഗ്രാമാണ്. ചെറിയൊരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞ സമ്മാനമാണ്. അപ്പോൾ റെഡി? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്താണ് ആണ്. അപ്പോൾ രണ്ടുപേരും നിങ്ങൾ എങ്ങനെ പരിചയം? ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. ആ അത് ശരി. രണ്ട് ഫാമിലിയാണ്. ഞാൻ രണ്ടുപേരും ഒരു ഫാമിലിയാണെന്ന്. അപ്പോൾ എൻ്റെ നല്ല കാര്യം, രണ്ടുപേരും വിദേശ ജോലിയാണ് അല്ലേ? ഓക്കെ. അതായത് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആദ്യം പഠിപ്പിക്കുന്നത് അല്ല? ടീച്ചർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണോ മലയാളം? എന്താ പഠിപ്പിക്കുന്നത്? മാത്സ് ആണോ? ഓക്കെ. ഭൂമിയുടെ സ്പന്ദന കണക്കിലാണ്. ചെറിയൊരു കാര്യമാണ്. അതായത് മൊബൈൽ ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എന്നുള്ള ഇംഗ്ലീഷാണ്. എന്താണ് മൊബൈൽ ഫോണിൻ്റെ മലയാളം എന്നാണ് എൻ്റെ ചോദ്യം. മൊബൈൽ ഫോണിൻ്റെ മലയാളം? സഞ്ചാര വിഷയാണ് അല്ലേ? സഞ്ചാര വിഷയമല്ല. സപ്പു എന്താ അറിയാം സമറിന്റെ കുട്ടിക്ക്? മൊബൈൽ ഫോണിന്റെ മലയാളം ദീപു അറിഞ്ഞൂടാ? സാറിന് കുറച്ച് സഞ്ചാര വിഷയം ഞങ്ങൾക്ക് വന്ന കേട്ടത്. സഞ്ചാരമല്ല. മൊബൈലിൽ സഞ്ചാരം നല്ല അതല്ല. ഇവിടെ ആശയവിനിമയ ഉപകരണം. ആശയവിനിമയ ഉപകരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. മോനറിയോ? ഇല്ല. അപ്പോൾ എന്തായാലും തെറ്റാണ്. എന്തായാലും പരിചയപ്പെട്ട് സന്തോഷമുണ്ട്. കാണാം. അപ്പോൾ ഹാപ്പി ജേണി. കാഴ്ച കാണുക. ഓക്കെ കാണാം. യെസ് ഓക്കെ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കൊസാക്കോട് നമ്മുടെ അടുത്ത ഫാമിലിയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാമിലിയാണ്. പേരെന്താ മോൻ്റെ? അഭിനവ്. എവിടെ സ്ഥലം? ഉളിക്കൽ. ഇരിട്ടി ഉളിക്കൽ. ഉളിക്കൽ ടൗണിൽ തന്നെയാണോ? കുറച്ചുകൂടി ശരിക്കും ഉളിക്കൽ ടൗണിൽ എത്ര ദൂരമുണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട്? ഒരു 2 കിലോമീറ്റർ. അതെ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇതെങ്ങനെ പോകുന്നത് സാധാരണ? വണ്ടി പോകും. ഏത് വണ്ടി? സ്കൂട്ടി ഉണ്ട്, കാറുണ്ട്. കാറൊക്കെ ഉണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുവാണ്. എവിടെ? വയനാട് ടീച്ചർ ട്രെയിനിങ്. അപ്പം അവിടെ സ്റ്റേ ആയിട്ട് പഠിക്കുന്നില്ലേ? അപ്പൊ എങ്ങനെ ആഴ്ചയിൽ ഇങ്ങോട്ട് വരുമോ? എങ്ങനെ? ഇല്ല, മാസത്തിലൊരിക്കൽ ലീവ് കിട്ടിയാലേ. ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട്. ഓക്കെ. പേര്? മഞ്ജുഷ ചേച്ചി എന്ത് ചെയ്യുന്നു? വീട്ടിലാണ്. ചേട്ടൻ്റെ പേര്? സുരേഷ് ചേട്ടൻ എന്താ ജോലി? എന്താണ്? ടീച്ചറാണ്. ആ. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും കിട്ടിയ അധ്യാപകന്മാരെയാ. അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ശാരദാവിലാസം. എത്ര വർഷമായിട്ട് അവിടെ? അവിടെ ഒരു 20 വർഷത്തിലധികം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എത്ര കുട്ടികളുടെ സ്കൂളിൽ മൊത്തം? അവിടെ ഇപ്പോൾ 850 കുട്ടികൾ. 850 കുട്ടികൾ. കുഴപ്പമില്ല. മോൻ്റെ പേരെന്താ? അവന് പാട്ട് പാടാറുണ്ടോ? പഠിക്കോ? ഇവിടെ നോക്കി പാട്. ക്യാമറ നോക്കി പഠിക്കോ? പുള്ളിക്കാരൻ എന്താ പറയുക, ഏത് പാട്ടുമാണ് മൊത്തം മാത്രമല്ല ഈ ലോകത്തല്ല, പുള്ളിക്കാരൻ്റെ കാഴ്ചകൾ കാണാനുള്ള ലോകത്താണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്, ഒരു കുസി ചോദ്യമല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഇംഗ്ലീഷാണ്. ഒരു കാര്യം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ മലയാളം അന്വേഷിക്കുകയാണ്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ മലയാളം എന്താണ്? അറിയില്ല. അറിഞ്ഞൂടാ? സകല വിജ്ഞാനകോശം. ഇഷ്ടായി. അതായത് മൊബൈലിന്റെ മലയാളം സകല വിജ്ഞാന കോശത്തിന് ഉപയോഗിക്കുന്ന യന്ത്രം എന്ന പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നു. എന്നാലും സോറി, സന്തോഷം. പരിചയപ്പെട്ടതിൽ കാണാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊസാക്കോട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചോദിച്ചത്, നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത് കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന നമ്മുടെ കാഴ്ച 2023-24 എന്നുള്ള എക്സിബിഷൻ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യമായിരുന്നു, അതായത് മൊബൈൽ ഫോണിൻ്റെ മലയാളം എന്ത് എന്നാണ് നമ്മൾ ഇന്ന് ചോദിച്ചത്. അപ്പം ചില ആൾക്കാർ ഉത്തരത്തിൽ അടുത്തെത്തി, പക്ഷെ മുഴുവനായിട്ട് പറയാൻ പറ്റിയില്ല. മൊബൈൽ ഫോണിന് 2 മലയാളമുണ്ട്. ഒന്ന് ദൂരഭാഷണ ശ്രവണ സഹായി എന്നുള്ളതാണ് മൊബൈൽ ഫോണിൻ്റെ ഒരു പേര് മലയാളം, അതായത് ദൂരഭാഷണ ശ്രവണ സഹായി. രണ്ടാമത്തെ പേര് ആശയവിനിമയ സന്തത സഹചാരി, അതായത് ആശയവിനിമയ സന്തത സഹചാരി, ദൂരഭാഷണ ശ്രവണ സഹായി. ഈ 2 മലയാളമാണ് മൊബൈൽ ഫോണിനുള്ളത്. അപ്പോൾ ഇനി അറിയാത്തവർ ഇതൊന്ന് കേട്ട് പഠിക്കുക, ബൈഹാർട്ട് വെക്കുക. ഓക്കെ. അപ്പോൾ എന്നാലും ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ കൊസാക്കോട് ഇന്നത്തെ എത്തിയുടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത എത്തി കണ്ടുമുട്ടാം. ബൈ.